കുറച്ച് ജാലവിദ്യാ വിശേഷങ്ങൾ കൂടി പറയാം അല്ലേ. ഒരു മാജിക്കുകാരൻ മാജിക് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ വിസ്മയം വിടരുന്നത് എവിടെയാണ്? നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പറയുക മാന്ത്രികൻ്റെ കൈകളിലാണ് എന്നാവും അല്ലേ. അല്ല, യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാണികളുടെ മനസ്സിലാണ് ആ അത്ഭുതരസം വിടരുന്നത്. കാരണം മാന്ത്രികനെ സംബന്ധിച്ചിടത്തോളം അവതരിപ്പിക്കുന്ന മാജിക്കിൻ്റെ രഹസ്യം അറിഞ്ഞുകൊണ്ടാണ് അയാൾ പെർഫോം ചെയ്യുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ആ അത്ഭുതം എങ്ങനെ നടക്കുന്നു എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, വിസ്മയം വേദിയിൽ വിടരുമ്പോൾ ആദ്യത്തെ അത്ഭുതരസം നിറയേണ്ടത് മാന്ത്രികൻ്റെ മുഖത്ത് തന്നെയാണ്. എങ്കിലേ അത് കാണികളെ ഏറ്റെടുക്കൂ. ഞാൻ ഇത്രയും പറഞ്ഞ എന്തിനാണെന്നറിയാമോ? 88ാമത്തെ വയസ്സിലും വേദിയിൽ മാജിക് അവതരിപ്പിച്ച് പിന്നീട് ഒരു 2 മാസക്കാലം കഴിഞ്ഞ് അന്തരിച്ചു പോയ ഒരു വലിയ മാന്ത്രികനുണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിൽ. അഹമ്മദാബാദിൽ ജനിച്ച് കൽക്കത്ത കേന്ദ്രമായി പ്രവർത്തിച്ച കേലാൽ. അക്കാലത്ത് PC സർക്കാരും ഈ പറഞ്ഞ കേലാലുമായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇന്ദ്രജാലക്കാർ. പക്ഷേ രണ്ടാളും തമ്മിൽ പരസ്പരം വലിയ ശത്രുതയിലായിരുന്നു, പൊരിഞ്ഞ മത്സരത്തിലായിരുന്നു. പ്രശസ്തി കൊണ്ട് PC സർക്കാരാണ് കേമനെങ്കിലും ജാലവിദ്യ അവതരണത്തിൽ ലാലായിരുന്നു മുന്നിൽ. ആളുകളെ പിടിച്ചിരുത്തുന്ന വല്ലാത്തൊരു ശബ്ദവും അതിൻ്റെ മോഡുലേഷനും അതുപോലെ തന്നെ അതിമനോഹരമായ കാണികളെ ഇങ്ങനെ കാന്തവലയത്തിലാക്കുന്ന ഒരു അതിമനോഹരമായ പെർഫോമൻസുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തും ഞാൻ ഷോ കാണാൻ വേണ്ടിയിട്ട് അഹമ്മദാബാദിൽ പോയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ കൊതിച്ചിട്ടുണ്ട്, ആ പ്രായം വരെയൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലെ പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന്. പക്ഷേ അതെല്ലാം മാറി പറഞ്ഞു. എൻ്റെ ജീവിത നദി വഴിമാറി ഒഴുകി ഞാൻ മാജിക് രംഗത്തിനോട് വിട പറഞ്ഞു. അതുപോട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഈ കേലാൽ സാറിന് ആദ്യമായിട്ട് ഞാൻ കണ്ട ഒരു ദിവസത്തെക്കുറിച്ച് പറയാനാണ് ഇത്രയും ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഒരു 30-35 വർഷം മുമ്പാണ്. കോയമ്പത്തൂരുകാരനായ ദയാനന്ദ് എന്ന മാന്ത്രികനോടൊപ്പം കൽക്കത്തയിൽ ഒരു മാജിക് കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. കൺവെൻഷൻ കഴിഞ്ഞ് കേലാലിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അദ്ദേഹം അകത്ത മുറിയിലെ കട്ടിലിൽ കിടക്കുകയായിരുന്നു. മുഖത്ത് ചുളിവ് വീഴാൻ തുടങ്ങിയപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഒരു അമേരിക്കൻ പര്യടനത്തിനിടെ അദ്ദേഹം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മടങ്ങി വന്ന കാലമായിരുന്നു അത്. അതോടെ മുഖത്തെ പേശികളെല്ലാം പൂർണ്ണമായിട്ടും നിശ്ചലമായി, ഒരു ഭാവവും വരാത്ത അവസ്ഥ. അതുവരെ എന്നും കാണികളുടെ ആരവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന, മുഖത്ത് ഭാവങ്ങൾ വന്നിരുന്ന ഒരു മാന്ത്രികൻ ഒരു ദിവസം അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന അനുഭവിച്ചാലേ അറിയൂ. കടുത്ത നിരാശയിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. ഒരു കടലാസിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി കാണിച്ചു: ഇന്ന് ഞാൻ ഒന്നിനും പറ്റാത്തൊരു ശരീരമാണ്, ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? പക്ഷേ എൻ്റെ ഈ അവസ്ഥയറിഞ്ഞ് ആഘോഷം നടത്തിയൊരു മാന്ത്രികനുണ്ട് ഈ പട്ടണത്തിൽ, അതാണ് എന്നെ ഏറെ ദുഃഖിപ്പിക്കുന്നത് എന്ന്. വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ഏതൊക്കെയോ ട്രീറ്റ്മെൻറ്റിലൂടെ പഴയ മുഖത്തെ തിരിച്ചു കൊണ്ടുവന്നു എന്നതും പൂർവാധികം ഭംഗിയായി മാജിക് അവതരിപ്പിച്ച് തുടങ്ങി എന്നതും മറ്റൊരു ചരിത്രമാണ്. ഞാൻ പറയുന്നത്, കലാരംഗത്തായാലും കർമ്മരംഗത്തായാലും അസൂയ എന്നത്, പ്രൊഫഷണൽ ജലസി എന്നത് ഭീകരമാണ്. അവിടെ മനുഷ്യത്വത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ഇതാണ് ഞാൻ പഠിച്ച ഒരു ജീവിതപാഠം. അവരുടെ മനസ്സെപ്പോഴും അസൂയ കൊണ്ടിങ്ങനെ തിളച്ചു മറിയായിരിക്കും. കാണുമ്പോൾ ചിരിക്കുന്നവർ പോലും മനസ്സുകൊണ്ട് ആശിക്കുന്നത് എതിർകക്ഷിയുടെ പതനമാണ്. അവിടെ രോഗം വന്നാലും വീണ് കിടന്നാലും അസൂയ മനസ്സിൽ പേറുന്നവന് ഒരാഘോഷമാണ്. ഏത് വിധേനയും അയാളെ ഇല്ലാതാക്കുക, അതുമാത്രമായിരിക്കും അവരുടെ ചിന്തകളിൽ ഉണ്ടാവുക. അവരുടെ മനസ്സ് എപ്പോഴും വൃത്തികെട്ട ഈ അഴുക്ക് ചാലയിൽ കിടന്നിങ്ങനെ ഉഴലുകയാണ്. സ്വന്തം മേഖലയിൽ കഴിവ് തെളിയിക്കുന്നതിന് പകരം എതിർകക്ഷിയെ തകർക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന തിരക്കിലായിരിക്കും എപ്പോഴും അവർ. പക്ഷേ കാലം കഴിയുമ്പോൾ പാഴായിപ്പോയ ജീവിതത്തിൻ്റെ, നഷ്ടപ്പെട്ട സമയത്തിൻ്റെ ദുരിതവും വേദനയും അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോഴേക്കും കാലം ഒരുപാട് കടന്നു പോയിരിക്കും. ജീവിതം ഒരു പാഠപുസ്തകം.